ഈ അവസരത്തിൽ പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അമേരിക്ക പ്രത്യക്ഷമായ ആക്രമണത്തിൽ ഇറങ്ങിയതോടെയാണ് പശ്ചിമേഷ്യയിലെ ഗതി മാറുന്നത്. പി ജെയിംസ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് ഇക്കാര്യത്തിൽ? ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ പാർലമെന്റ് തീരുമാനിച്ചു എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത്. കാരണം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളതാണ്. 2 കോടി ബാരലാണ് അതിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. 55 ലക്ഷം ബാരൽ ഇന്ത്യയിലേക്ക് വരുന്ന ഓരോ ദിവസം വരുന്നതിൽ 20 ലക്ഷം വരുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. എന്ന് വെച്ചാൽ ഇനി റഷ്യയിൽ നിന്ന് സൂയസ് കനാലും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്ക വഴി നമുക്ക് വരുന്ന ഓയിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് തടയാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അടക്കം ചൈനയിലും ഇന്ത്യയിലും ഏഷ്യൻ രാജ്യങ്ങളിലും വില വല്ലാതെ കൂടാൻ പോകുന്ന ബാരലിന് $80 മേലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം തന്നെ നമ്മളിന്ന് രാവിലെ സംസാരിച്ചിരുന്നതാണ് SKN കഹിയാൻ ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ ആയത്തുള്ള ഖൊമനിയെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്നുള്ളത്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ ഹോർമുസ് കടലിടുക്ക് അടച്ച് ബഹ്റിനിലുള്ള അമേരിക്കയുടെ നാവികസേനയെ ആക്രമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അമേരിക്കയുടെ നാവികസേന മിഡിൽ ഈസ്റ്റിലുള്ള നാവികസേനയുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുകയാണ് ഇറാൻ എന്നാണ് പറയുന്നത്. നാവികസേനയുടെ ബലത്തിൽ ഇസ്രായേലിനേക്കാൾ വലിയ നാവികസേന ഇറാൻ്റേതാണ്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് 40,000 സൈനികർ, നാവികസേനയടക്കം 40,000 സൈനികരും 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകളുമുണ്ട്. 60 യുദ്ധവിമാനങ്ങൾ കൊള്ളുന്ന USS കാൾ വിൻസനും ഒപ്പം തന്നെ നിമിറ്റ്സും USS നിമിറ്റ്സ് 2 യുദ്ധ വിമാനവാഹിനി കപ്പൽ. അപ്പോൾ ഇതിനു നേരെ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനായെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള അവരുടെ പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒളിവിലാണ് ആയത്തുള്ള ഖമനായി എന്ന് മാത്രമല്ല ആശയവിനിമയത്തിനുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഉപേക്ഷിച്ചിരിക്കുകയാണ്. കണ്ടുപിടിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിശ്വസ്തര വഴിക്കാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. ബങ്കറുകൾ മാറിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നറിയാൻ ഞങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ കണ്ടുപിടിക്കാത്ത തരത്തിൽ ഖമനി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ SKN വളരെ വലിയൊരു സംഭവവാസം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ പറഞ്ഞതാണ്, റഷ്യയും ചൈനയും ഇതുവരെ ഇടപെട്ടിട്ടില്ല. റഷ്യയും ചൈനയും രംഗത്ത് വന്നിരിക്കുന്നു, അമേരിക്കയ്ക്കെതിരെ അപലപിച്ചിരിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചിയുമായിട്ട് നേരിട്ട് നാളെ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് വലിയ രാഷ്ട്രീയ സംഭവവാസം. വേണ്ടി വന്നാൽ ഇറാന് അണുവായുധം കൊടുക്കാൻ റഷ്യ തയ്യാറാവുമെന്നുള്ള പ്രതികരണം വരുന്നുണ്ട്. ചൈന അപലപിച്ചിട്ടുണ്ട്. SKN